ആ യേശുക്രിസ്തുവിന്റെ നാമത്തിന് നിങ്ങളെ എല്ലായ്പ്പോഴും സഹായിപ്പാൻ കഴിയും. ഒരു വചനം ഇങ്ങനെ പറയുന്നു, അവന്റെ മുഖത്ത് നോക്കിയവരാരും ലജ്ജിച്ചു പോയിട്ടില്ല, അവരുടെ മുഖമോ പ്രകാശിതമായിട്ട് തീർന്നു. നോക്ക്, പിന്നെ ലജ്ജ കൊണ്ട് നമ്മൾ നിറയുമ്പോൾ നമ്മുടെ മുഖം എന്താണ്? പ്രകാശിക്കപ്പെടുന്നില്ല. നമ്മൾ നിരാശാമുഖമായിട്ട് നടക്കുമ്പോൾ നമ്മുടെ മുഖം വാടിയിരിക്കുന്നു. പലരും ചോദിക്കും, നിനക്ക് എന്താണ് കുഴപ്പം, എന്ത് പറ്റിയെന്ന് ചോദിക്കാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, കാരണം എന്താണ്? നമ്മളെ എല്ലായ്പ്പോഴും സഹായിപ്പാൻ കഴിയാത്ത, നമ്മളോട് എല്ലായ്പ്പോഴും ഇരിക്കാമെന്ന് വാക്ക് തന്നിട്ടില്ലാത്ത, അല്ലെങ്കിൽ വാക്ക് തന്നാലും കഴിയാതിരിക്കുന്ന മനുഷ്യരിൽ നമ്മൾ ആശ്രയിക്കുന്നത് കൊണ്ട് നമ്മൾ ലജ്ജിച്ചു പോകുന്നു, നമ്മുടെ മുഖം വാടിപ്പോകുന്നു. എന്നാൽ നോക്ക്, പിന്നെ ഏത് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും മരിച്ചതിന് ശേഷവും നമ്മളെ ഒരു നാളും തള്ളിക്കളയത്തില്ല, ഉപേക്ഷിക്കുകയും ഇല്ലെന്ന് പറഞ്ഞ ഏകനാമം യേശു ക്രിസ്തുവാണ്. അവനത് പറയുവാനുള്ള കാരണം കൂടെ ഞാൻ പറയാം. അവൻ ഇന്നും ജീവിച്ചിരിക്കുന്നു. നോക്കൂ, ബൈബിളിൽ നിന്നൊരു തെളിവ് തരാം. ഒരു ചെറിയ പ്രസംഗമാണ്. അനവധി പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ മതപരമായിരിക്കുന്ന ഭക്തിക്ക് അപ്പുറമാണ് ക്രിസ്തീയ ജീവിതം. അത് ക്രിസ്തീയ മതവുമായിട്ട് ചേർന്ന് വരുന്ന ഒരു കാര്യമല്ല യേശുക്രിസ്തുവിന്റെ സ്നേഹം. ക്രിസ്തീയ മതവിശ്വാസികളാകട്ടെ ഇതര മതവിശ്വാസികളാകട്ടെ സത്യദൈവം ആരെന്ന് തിരിച്ചറിയാതെ ഈ ലോകത്തിൽ വെറും മതഭക്തിയിലായിക്കൊണ്ട് ഒരിക്കലും രക്ഷ തരുവാൻ കഴിയാത്ത, ഒരിക്കലും ആശ്വസിപ്പാൻ കഴിയാത്ത വ്യർത്ഥമായിരിക്കുന്ന അനുഭവത്തിൽ കൂടെ കടന്നു പോകുകയാണ്.